ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ അനാമിക തല്ലുമൊക്കെ കൊണ്ട് അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പൊ നാളെ തുടങ്ങുമ്പോ കാണിക്കുന്ന സീൻ തന്നെ നമ്മുടെ രേവതിയുടെയും വേണുവിന്റെയും എടുത്ത് ചെല്ലുന്ന അനാമികേനെയാണ്. അപ്പൊ അനാമിക ഫോണൊന്നും വിളിക്കാൻ നിന്നില്ല, അവിടെ നിന്ന് നേരെ വിട്ടടിച്ചു പോയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി ഓടി വന്നിട്ട് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. കാരണം നമ്മുടെ അനാമികയുടെ മുഖം കണ്ടതേ മനസ്സിലായി എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ വേണുവും പുറകെ ഇറങ്ങി വന്നിട്ട് എന്താ മോളെ മോക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കിനി പറ്റാനൊന്നുമില്ല, ഞാൻ കുറെ പറ്റിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ദേഹം മുഴുവൻ വേദനയാ, ദേഹത്ത് ഒരു സ്ഥലം പോലും ഇല്ല വേദനയില്ലാത്തത്. മോക്ക് എന്താ പറ്റിയത്? അത് മോള് തുറന്നു പറ. മോളെന്താ വീണോ? വീണില്ല, എന്നെ വീഴ്ത്തി. അവൾമാരല്ലെങ്കിലും എന്നെ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അറിയാമോ അമ്മയ്ക്കും അച്ഛനും എന്താ നടന്നതെന്ന്? ദേ ഹനി ഒരു ദിവസമല്ല, ഹനി ഇന്നലെ രാവിലെ തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അതിന്റെ പിറകെ ഞാനും അമ്മയും അതുപോലെ തന്നെ അപ്പച്ചിയും ഒക്കെ പോയി. അപ്പൊ ഞങ്ങൾ ഒരു കാഴ്ച കണ്ടു. ഇവന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കുന്നത്. അനി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങള് വണ്ടി പുറകെ അനിയുടെ ബുള്ളറ്റിന്റെ പുറകെ വിട്ട് കഴിഞ്ഞപ്പോ അത് ചെന്ന് നിന്നത് നയനയുടെ വീട്ടിലാ. അവിടെ ചെന്ന് നയനയ്ക്ക് എന്തോ ആയുർവേദ മരുന്നൊക്കെ കൊടുക്കാനാന്ന് പറഞ്ഞ് ആ മറ്റവളെ കാണാൻ പോയതാ, ആ നന്ദുവിനെ. അവരുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ലായിരുന്നു. ആ ഒരു സമയം നോക്കി രണ്ട് പെണ്ണുങ്ങളും കൂടെ എന്റെ ഭർത്താവിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയേക്കുന്നു. ഇത് കേട്ടതും എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് എന്ത് സംഭവിക്കാനാ? ഞാൻ അവിടെ ചെന്ന് ചോദ്യം ചെയ്തതിന് അവൾ എന്നെ എന്താ ചെയ്തതെന്നറിയാമോ? എന്റെ കാരണക്കുറ്റിക്കിട്ട് മാറിയും തിരിഞ്ഞു അടിച്ചു. എന്നിട്ട് എന്നെ നിലത്തിട്ട് ചവിട്ടി. ദേഹത്തൊന്നും സത്യം പറഞ്ഞാല് വേദനയില്ലാത്ത ഒരു ഭാഗവും ഇല്ലാത്തൊരു അവസ്ഥയാ. എനിക്ക് വയ്യ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ദേഹത്തെ വേദന എങ്ങനെയെങ്കിലും സഹിക്കാം, പക്ഷെ മനസ്സിലെ വേദന അത് താങ്ങാൻ പറ്റുന്നില്ല അമ്മേ. അവൾമാരെ എന്നെ ഇട്ട് ചവിട്ടി ഇടിച്ചു അടിച്ചു. എന്നിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ അനി നോക്കി നിന്നു. എന്നിട്ട് അവൻ ഒരക്ഷരവും പറഞ്ഞില്ലേ? അവൻ മറുത്തൊന്നും സംസാരിച്ചില്ലേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ നന്ദുവിനും അതുപോലെ തന്നെ നയനയ്ക്കും എതിരായിട്ട് സംസാരിക്കുന്ന? അവൻ അതൊന്നും സംസാരിച്ചില്ല. എന്നെ അടിച്ചതും ചവിട്ടിയതും ഒക്കെ കണ്ടു നോക്കി നിന്നവൻ രസിക്കുക ചെയ്തത്. എന്നിട്ട് ആ വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പം അവരെല്ലാവരും ഉണ്ടല്ലോ എന്നെ കളിയാക്കുക ചെയ്യുന്നത്. ആകെ എന്റെ കൂടെ നിൽക്കുന്നത് അനിയുടെ അമ്മയും അപ്പച്ചിയും മാത്രമാ. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. അവക്കെന്തോ വലിയ രോഗമാണെന്നോ. അവളെ ഞാനൊന്ന് പിടിച്ച് തള്ളിയായിരുന്നു. നയനെ, നീ പിടിച്ച് തള്ളുക ചെയ്തോളോ, അവളെ നിനക്ക് കൊല്ലത്തില്ലായിരുന്നോ മോളെ? എന്തിനാ ഇതിനെ വെച്ചോണ്ടിരിക്കുന്നത്? ബാക്കി അച്ഛൻ നോക്കിയാലോ എന്ന് പറഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും. ലാസ്റ്റ് എല്ലാം എന്റെ തലയിൽ തന്നെ വന്ന് വീഴൂലോ. എനിക്ക് അതൊന്നും അല്ല. എനിക്ക് അവക്കിട്ടൊരെണ്ണം പൊട്ടിക്കാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. അത് നന്ദുവിന്റെ ചെപ്പക്കുറ്റി നോക്കി എനിക്ക് ഒരെണ്ണം പൊട്ടിക്കണം അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോക്ക് പൊട്ടിക്കണമെങ്കിലേ മോളല്ല പൊട്ടിക്കേണ്ടത്, ഞാനാ പൊട്ടിക്കാൻ പോകുന്നത്. എന്റെ മോളെ ഞാൻ വളർത്തി ഇത്രയും വലുതാക്കിയത് ഒരു അടി പോലും കൊടുക്കാതെയാ. അത് അവള് ചെയ്തെങ്കിൽ അതെനിക്ക് ചോദ്യം ചെയ്യാനുള്ള അർഹതയുണ്ട്. ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെയും അനാമികേനെയും വിളിച്ചുകൊണ്ട് വേണു നേരെ വിട്ടടിച്ച് നന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം അനന്തപുരി തറവാട്ടില് ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുക. അനാമിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അപ്പൊ ഭയങ്കര സങ്കടം നമ്മുടെ ജാനകി ആണെങ്കില് ജലജയോട് ഇങ്ങനെ സങ്കടം പറയാ. എങ്കിലും എന്റെ മോള്, അവളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ വീട്ടിൽ വന്നു കയറിയ മരുമകളില് ഏറ്റവും നല്ല മരുമകളാ എന്റെ മോള്. അതുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ എല്ലാവരും അവളെ തള്ളിപ്പറയല്ലേ ജലജ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം എങ്ങനെ തള്ളിപ്പറയാതിരിക്കും? ബാക്കി രണ്ട് നശൂർണങ്ങളാണല്ലോ ഇവിടെ മരുമക്കളായിട്ട് കയറി വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെ തള്ളിപ്പറയാതിരിക്കും? പറ, അവളെന്തോ കൈവശം കൊടുത്ത് വെച്ചിരിക്കുകയല്ലേ എല്ലാവരെയും മയക്കി? അല്ല, എനിക്കൊരു സംശയമുണ്ട് ജാനകി. ഈ നയനെ ഇവരെല്ലാം പൊത്തിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? അവക്കെന്തോ മാറാരോഗം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. അല്ലെങ്കിൽ പിന്നെ അവക്ക് ആയുർവേദ മരുന്ന് മേടിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പല മരുന്നുകളൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്നാന്ന് പറഞ്ഞു. അപ്പം ജാനകി പറഞ്ഞു, എന്തു മറച്ചാലും ഇല്ലേലും എന്റെ മോന്റെ ജീവിതം പൊക്കോണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ആ നന്ദു എന്ന് പറയുന്ന മൊട്ടച്ചിനെ ഇവിടെ കയറ്റാന്. അതൊരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് ഇന്നലെ പറഞ്ഞില്ല. അത് വെറുതെ അല്ല, സത്യമാ. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലേ എന്നെ ഈ അനന്തപുരി തറവാട്ടിൽ വെള്ള പുതപ്പിച്ച് കിടത്തും. അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് നന്ദുവിന് കയറി വരാൻ പറ്റില്ല.
നന്ദുവിന് പോയിട്ട് വേറെ ഒരു പെണ്ണിനും കയറി വരാൻ പറ്റില്ല. എനിക്കെന്നും പ്രിയപ്പെട്ടത് എന്റെ അനാമിക മോള് തന്നെയാ. അവൾ എത്ര നല്ലവളാ, അതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ ഈ കിടന്ന് ഓരോന്ന് ചെയ്യുന്നത്. അതിന് കൂട്ടു നിൽക്കാന് അവളുടെ ഭർത്താവും എന്റെ മകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ലേശം വകതിരിവില്ല അവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബഹളം തുടങ്ങിട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ അനന്തമൂർത്തിയും വസുന്ധരയും ഇങ്ങനെ സംസാരിക്കുകയാണ്. അതും നമ്മുടെ അനാമികയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വസുന്ധര ചെന്ന് പറയുകയാണ് അനന്തമൂർത്തിയോട്, അത് പിന്നെ ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് അനാമിക മോള് തിരിച്ചു വരുന്നു തോന്നുന്നില്ല. ഇതിപ്പോ രണ്ടാമത്തെ പോക്കാണല്ലോ പോയത്. എന്തായി തീരുന്നൊന്നും അറിയില്ല. അനിയുടെ ജീവിതം ഈ കണക്കിന് പോയാൽ തകരുന്നാ തോന്നുന്നത്. അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. അല്ല, ഇദ്ദേഹത്തിന് അത് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്യാനാ, ഓരോന്ന് വരുത്തി വെച്ചത് അത് നമ്മളൊക്കെ തന്നെയല്ലേ. അനി ആ വിവാഹത്തിന് മുമ്പ് ഒത്തിരി തവണ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടാന്ന്. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഈ വിവാഹം നടക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച അനാമികയെ അവന്റെ തലയിലേക്ക് കെട്ടിവെച്ചത്. അത് പോരാഞ്ഞിട്ട് അവന്റെ മനസ്സിലുണ്ടാകുന്ന ആരാന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു നന്ദു ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ടേക്ക് പോയേനെ. ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അനാമികയും അനിയും തമ്മിൽ ചേരുന്നില്ലെങ്കിൽ ആ ബന്ധം മുറിച്ചു മാറ്റുക തന്നെയാ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ചേരാത്ത ബന്ധം മുന്നോട്ടേക്ക് പോയാൽ രണ്ടുപേർക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയുമ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് ബന്ധം തകരുന്നത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റുമെന്ന് പറയുമ്പം ചിന്തിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലാതെ പിന്നെ എന്താ ചിന്തിക്കേണ്ടത്? ഇനിയിപ്പം അനാമികനെ വിളിച്ചുകൊണ്ട് വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? എത്ര എത്ര കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവര് രണ്ടുപേരും പിരിയേണ്ടവരാണെങ്കിൽ പിരിയുക തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ മാക്സിമം ഒന്ന് ശ്രമിക്കാം, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ അനാമികയുടെ നാക്ക് കുറച്ച് അടങ്ങിയിരിക്കണമായിരുന്നു. അല്ലെങ്കിലും എനിക്ക് സമാധാനം കൊടുക്കാതെ, അതുപോലെ തന്നെ അനിയെ സ്നേഹിക്കാതെ, എപ്പോഴും ഓരോ കാര്യത്തിനും കുറ്റം കണ്ടെത്തിയും സംശയമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭർത്താവ് ആ ഭാര്യയെ സ്നേഹിക്കുന്നത്? അങ്ങനെ സ്നേഹിക്കില്ല ഒരു ഭർത്താവും ഒരു ഭാര്യയെയും. ഏതായാലും നമുക്ക് നോക്കാന്നൊക്കെ പറയാണ് കേട്ടോ അനന്തമൂർത്തിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. കാരണം അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരാൻ ഇനി അനിയോട് പറയാൻ പറ്റില്ല. കാരണം അനി അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ അനി പോവോ ഇല്ലയോ എന്നൊക്കെ ചെറിയ സംശയമുണ്ട്. അതുമല്ല അനിയുടെ ആ ഒരു സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാം, അനാമികയായിട്ട് ഒത്തുചേർന്ന് പോവില്ലാന്ന്. ഈ സമയമാണ് നമ്മുടെ കനകദുർഗയുടെയും ഗോവിന്ദന്റെയും നയനയുടെയും നന്ദുവിന്റെ ഒക്കെ അടുത്തേക്ക് ആ 3 പാരകളും കൂടെ ചെല്ലുന്നത്. അനാമികയും രേവതിയും വേണുവും അങ്ങനെ കയറി ചെല്ലുകയാണ്. ദേഷ്യം വന്നാണ് കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോ തന്നെ അവിടെ നന്ദുവും കനകദുർഗയും വേണുവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി ചെന്ന ഉടനെ തന്നെ ചോദ്യം ചെയ്യാണ് കേട്ടോ. ആരാടി എന്റെ മകളെ തല്ലിയത്? ആർക്കാ അധികാരം എന്റെ മകളെ തല്ലാന് എന്ന് ചോദിച്ചോണ്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഇവര് ചെല്ലുമ്പോ തന്നെ ഇവരൊന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, ആരോടും ഒന്നും പറയരുത്, ആര് വന്നാലും ഒന്നും സംസാരിക്കൊന്നും വേണ്ട, ഞാൻ ഇടപെട്ടോളാം എന്ന് കനകദുർഗയും ഗോവിന്ദനും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ തന്നെ കനകദുർഗയും ഗോവിന്ദനും അവരെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തെറ്റുപറ്റി പോയതാണ്, പിന്നെ അനാമികയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റുണ്ടായി, എന്റെ മോൾക്ക് ഒട്ടും പറ്റില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നുവല്ലോ. അപ്പൊ അവളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് തെറ്റുണ്ടായത്. എന്റെ മകൾ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അനാമികയ്ക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മാപ്പ് ചോദിക്കണമെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാപ്പ് ചോദിക്കാനോ? മാപ്പല്ല, നിങ്ങളുടെയൊക്കെ കോപ്പ വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങ് കയറി ചെന്നിട്ട് അവളെയാ കാണേണ്ടത്, അവളുടെ കാരണം നോക്കി എനിക്കൊന്ന് പൊട്ടിക്കാൻ കൈ തരിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു തരത്തിലാണ് നമ്മുടെ വേണുവിനെയും അനാമികേനെയും അതുപോലെ തന്നെ രേവതീനെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. അവിടെയും കുറച്ച് വെല്ലുവിളികളൊക്കെ നടക്കുന്നുണ്ട് നയനിയുമായിട്ട്. അനാമിക, നീ ഇനി ഒരിക്കലും അനന്തപുരി തറവാട്ടിൽ വരാൻ പോകുന്നില്ല. നീ അനന്തപുരി തറവാട്ടിൽ വന്നു കഴിഞ്ഞാലും അവിടുത്തെ വെറും അടുക്കളക്കാരി ആയിരിക്കും നീ. നിനക്ക് മരുമകൾ എന്നൊരു സ്ഥാനം നിന്റെ അമ്മായിയമ്മ തരില്ല. എന്നെ മാത്രമാണ് ആ ഒരു സ്ഥാനത്തില് വെച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ വൈരാഗ്യവും നിനക്കുണ്ട്. അതുകൊണ്ടല്ലേ നീയൊക്കെ എന്നെ അവിടെ നിന്ന് ചാടിക്കാൻ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കുറെ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാട്ടോ പോകുന്നത്. ഏതായാലും അവിടെ വലിയൊരു അടിയും ബഹളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. കേസിന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതൊന്നും അറിയില്ല, കേസിന് പോകുന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പിന്നെ കേസിന് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ പോയാൽ ഒരിക്കലും ശരിയാവില്ല, അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കണം, അനിയും അനാമികയും ഒന്നിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് പ്രയത്നിക്കാനും നമുക്ക് എന്ത് പ്രയത്നിച്ച് നമ്മൾ അവരെ ഒന്നിപ്പിക്കുക ചെയ്യേണ്ടത്, അവരെ രണ്ടാക്കുമല്ല ചെയ്യേണ്ടത്. അവര് ശബരിമലയ്ക്ക് പോയിരിക്കുകയാണല്ലോ, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് വിട്ടുകൊടുക്കാം മകളെ എന്ന് ഗോവിന്ദനും പറയാണ്.
നമ്മുടെ നയനയോട്. ഏതായാലും അവര് നാളെ മലയ്ക്ക് പോകുന്ന ദിവസം കൂടെയാണ്. ഏതായാലും മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ നയന നേരെ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ ചെല്ലുമല്ലോ. അപ്പം ആ ചെല്ലുന്നതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.